മുകേഷ് സാറ് അത് നമ്മളെപ്പോഴും ചെയ്യുന്നത് MLA അത് അദ്ദേഹം ഇടിയ മേലു എളിയ മയൻകുട്ടി ഇന്നലെ ഒരു പൊടി ഉറങ്ങിയില്ലടേ എളിയ ഒരു പൂച്ചക്കുട്ടി നിന്റെയാണോ അല്ല അല്ലേ ചില്ല് നെല്ല് ചെല്ല് പുല്ല് അതുപോലെ അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യും. അതുപോലെ ജോയ് മാത്യു സാറുണ്ടല്ലോ നമ്മുടെ സംവിധായകൻ, ഇംഗ്ലീഷ് അതിപ്രസരമായിട്ട് അസ്കിതയുള്ളൊരു സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമുണ്ട് നമ്മുടെ ഇടുക്കി ഗോൾഡ് സിനിമ. ഇതൊരു ചെടിയാ നമ്മുടെ തുളസിയെ കൂട്ട്, ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇളം വെയിലിൽ പൊൻകതിരുകളുണ്ടാകും. നമ്മുടെ നാട്ടുകാർ കൃഷിക്കാർ ഇതിനെ നീലച്ചടയൻ എന്നൊക്കെ വിളിക്കും. മഞ്ഞുകാലത്ത് മല കയറി വരുന്ന ഇവരെ പോലുള്ളവർ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ഇടുക്കി ഗോൾഡ്. അതൊക്കെ പഠിച്ച് കുറേ നടന്മാരെയൊക്കെ സൗണ്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇടുക്കി നീലച്ചടയൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വലിയ തീർച്ചയായിട്ടും ഇത് നമ്മൾ വേറൊരു കുഴപ്പമുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റുകളാണെങ്കിൽ അപ്ഡേഷൻ വേണം. കാര്യം ഫ്ലവേഴ്സ് ചാനലിൽ പോയപ്പോൾ സമയത്ത് നമ്മുടെ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്നത് മഹേഷ് കുഞ്ഞുമോൻ, സിദ്ദിഖ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അങ്ങനെ ഒത്തിരി പേര് നമുക്കറിയാം. നമുക്കൊന്നും ഈ പ്രാക്ടീസ് ഇല്ല, ജോലി തിരക്കായിട്ട് നമ്മൾ പോകുന്നുണ്ട്, പ്രാക്ടീസ് ഇല്ല. പക്ഷെ അവരൊക്കെ അപ്ഡേഷനായി ഇപ്പോൾ പുതിയ നടന്മാരെ മൊത്തവും ചെയ്ത് നല്ല കയ്യിലെടുത്ത് മോഹൻലാലൊക്കെ ചെയ്ത് നല്ല ഒത്തിരി നടന്മാരെ പുതിയ ആൾക്കാരെ ചെയ്യുന്നുണ്ട്. അന്ന് അവൻ ഒരാളെ ചെയ്തുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇതിന് വേണ്ടത് അപ്ഡേഷനാണ്. നമ്മളെപ്പോഴും നിരന്തരം പ്രാക്ടീസും കാര്യങ്ങളും വേണം. നമ്മൾ ജോലി സംബന്ധമായിട്ട് പോയാലും നമുക്ക് പ്രാക്ടീസ് കുറവാണ്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ നടന്മാരുടെ ശബ്ദമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറി അല്ല പട്ടി പൂച്ച ഇതൊക്കെ ചെയ്യും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മുടിവെട്ടാൻ വരുമ്പോൾ നമ്മൾ പിടിച്ചിരുത്താൻ വേണ്ടി, ഇതൊരു കൊച്ചാണെന്ന് കരുതും, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ മുടിവെട്ടാൻ കാരണം ഇവരെപ്പോഴും തലയിട്ട് ഇളക്കി ആട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെട്ടാനൊരു പാടാണ്. അപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും. അപ്പം നമ്മളതിന് ചുമ്മാ ഒരു പൊടിക്കൈ, നമ്മളെ പൊടിക്കൈ എന്ന് പറഞ്ഞ പോലെ നമ്മളെ പൊടിക്കൈ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇത് കുറയ്ക്കും. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് നോക്കും ഇതെവിടാ സംഭവം എന്ന്. അപ്പോൾ ഞാൻ പറയുന്നതാണ് ഇവിടെ നിന്ന് പട്ടിയുണ്ട്, ഇതിനെ കടിക്കും, ഞാൻ അവിടെ വിളിക്കണ്ട. അപ്പം നമ്മൾ വിട്ടും വീണ്ടും എന്ന് കുറയ്ക്കും. അങ്ങനെ പട്ടിയുടെ ശബ്ദമൊക്കെ കുറയ്ക്കും. അതിൽ പട്ടികളുടെ പല വെറൈറ്റികൾ നമ്മൾ ചെയ്യും. പൂടപ്പട്ടി ഉണ്ടല്ലോ, പൂടപ്പട്ടി അല്ലല്ല, പൂടപ്പട്ടി വേറെ ശബ്ദമാണ്. ഇത് നമ്മൾ നാടൻ പട്ടിയാണ്. പോമറേനിയൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടാണ് അനുവല. അങ്ങനെ നിരവധി സംഭവം ചെയ്യും. അതൊക്കെ മാറി, കാലഘട്ടം മാറി. പിന്നെ ഞാൻ ഫിഗറായി, നടന്മാരെ രൂപ സാദൃശ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷാരൂഖ് ഖാൻ, അർജുൻ, വടിവേലു കുറേ നടന്മാരെ രൂപം ചെയ്ത് ചാനലിലും സ്റ്റേജ് ഷോകളിലും അങ്ങനെ നിറഞ്ഞു തന്നു. അങ്ങനെ ഒത്തിരി വർഷം ചെയ്ത് വന്നപ്പോഴത്തേന് ഇപ്പോഴാണ് ഈ കൊറോണ സംഭവങ്ങളൊക്കെ വന്നത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇതൊക്കെ ജോലിയായിട്ട് തിരിഞ്ഞ് കുവൈറ്റായിട്ട് വന്നത്. കുവൈറ്റിൽ കാണുന്ന എൻ്റെ കൂട്ടുകാരും പ്രേക്ഷകരും നിരവധി ഞങ്ങൾക്ക് പ്രോഗ്രാം തരണം. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് കൈത്താനിലെ നെസ്റ്റോടെ മേളിലെ കേരള സലൂണിൽ എല്ലാവരും പറയണം. ഇടയിൽ കൂടെ ഞങ്ങളെ കേരള സലൂൺ നമുക്ക് അരി വാങ്ങിക്കണം, ജീവിക്കണം. ഇനി നമുക്കൊരു പാട്ടിലോട്ട് പോയാലോ? നമുക്ക് പാട്ട് പാടാം. നമ്മൾ സ്പീഡ് പാട്ട് പാടും, സ്ലോ പാട്ട് പാടും, ഹിന്ദി, തമിഴ്, അങ്ങനെയുണ്ട്. ഓഡിയൻസിന്റെ കയ്യിലെടുക്കാൻ. പിന്നെ തീരത്ത് ചായുന്ന നറുപ്പൂഞ്ചില്ല ഞാനൊന്നുലച്ച്, പൂമാരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്ന രാവ്, വെള്ളി നീലാവിൻ വെൺപട്ട് ചൂടും ആറിൽ പൂമണിമാറിൽ, അല്ലികൾ കൂമ്പിയ വെള്ളാരം പൂവുകൾ ആമ്പതിലൊന്നലിഞ്ഞാടുമ്പോ മൂളിപ്പോയി പരിമളം ലാ 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 ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ, ആയില്യങ്കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിനാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേ വരാ, ചെല്ലപ്പൂ ചെണ്ടെന്ന് കൂടെ കൊണ്ട് തരാം. അങ്ങനെ സെറ്റല്ലേ? സെറ്റ്. നിങ്ങള് ഇവിടെ ഒതുങ്ങല്ലേ കേട്ടാ, പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് വരട്ടെ. ഓക്കെ, താങ്ക് യു. അത് എല്ലാവരും കാണണം, കണ്ടിട്ട് നമുക്ക് പ്രോഗ്രാം. അത് കുവൈറ്റിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഞാനിപ്പോൾ ഓരോ ജില്ലയ്ക്കുണ്ടല്ലേ? ട്രിവാൻഡ്രം ഉണ്ട്, ട്രിവാൻഡ്രം ടെക്സസ്, ഞാൻ ഉണ്ട് അതില്. പിന്നെ കൊച്ചി, എല്ലാ ജില്ലയ്ക്കും തോന്നുന്നു, എല്ലാ ജില്ലയ്ക്കും ഇവിടെ ഫേമസ് തൃശ്ശൂരാണെന്ന് തോന്നുന്നു. അല്ല, കൊച്ചിന്റെ ഒരു ഇതുണ്ട്, അത് കല അങ്ങനെ എന്തോ അല്ല,
കൊച്ചിയുടെ ഇതുണ്ട്, ട്രിവാൻഡ്രം ടെക്സസ് അത്യാവശ്യം നല്ല ഫേമസ്. ഞാൻ കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ്, ബോർഡറിലാണ്. അപ്പോൾ 2 ജില്ലയ്ക്ക് കൂടെ ഞാൻ എനിക്ക് പോകാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് എവിടെയും പോവാം. എവിടെ വേണം പോവാം. പ്രോഗ്രാമിന് അവർക്ക് കൂടെ ജില്ലാ ബേസ്, നിങ്ങൾ ഏത് ജില്ലക്കാരെ അവരെ മാത്രം വിളിക്കണമെന്നില്ലല്ലോ. അങ്ങനെയല്ല, പ്രോഗ്രാം ഏത് ജില്ലക്കാർക്ക് നിങ്ങളെ വിളിക്കാമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ജില്ലക്കാർ, അസോസിയേഷൻകാർ നമുക്ക് പ്രോഗ്രാം തരണം. എല്ലാ പ്രോഗ്രാം 1 man ഷോ ഉണ്ട്, ഗെയിം ഷോ ഉണ്ട്. നമ്മുടെ ഗെയിം ഷോ അത് കാണിക്കാൻ പറ്റും. ഈ ഗെയിം ഷോ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ മിങ്കിൾ ചെയ്ത് ചെയ്യുന്നതാണ്. ഓഡിയൻസിനെ വിളിച്ച് ഓഡിയൻസിനെ അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാവോ? പറയണം, ക്യാമറ നോക്കി പറയണം. വിക്രമിന്റെ വൃക്ക സ്പീഡ് 5 വട്ടം പറഞ്ഞേ, അങ്ങോട്ട് നോക്കിട്ട്. വിക്രമിന്റെ വിക്രമിന്റെ ശരിയോ? പറ്റത്തില്ല. വിക്രമിന്റെ വിക്രമിന്റെ വൃക്ക സ്പീഡ് 5 വട്ടം പറ. ചേട്ടാ ആദ്യം പറ. ഞാൻ പറഞ്ഞില്ലയോ വിക്രമിന്റെ വൃക്ക. ഞാൻ സ്പീഡിൽ പറയാം, 100 വട്ടം പറയാം. ഇല്ല വിട്ടോ. ഓക്കെ, ഇതാണ് ഗെയിം ഷോ. ഇതാണ് നമ്മുടെ ഗെയിം ഷോ. നമ്മൾ ഓഡിയൻസിനെ വിളിച്ച് സ്റ്റേജിനകത്ത് കയറ്റിയിട്ട് നമ്മൾ അവരോട് ചോദ്യം ചോദിക്കും. എന്നിട്ട് അവരോട് പറയിക്കും ഇതുപോലെ. സംഭവം അറിയോ, ഇങ്ങനെ ട്രെയിൻഡ് ആണ്. നമ്മളാ സ്റ്റേജിൽ വിളിച്ചിട്ട് ആക്കി വിടുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സമ്മാനം ഉണ്ടവർക്ക് കൊടുക്കും. അവരെ കൊണ്ട് പാട്ട് പാടിക്കും. അവരെ കൊണ്ട് നമ്മൾ ഈ നാക്കുളുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ അത് ഒരു പ്രോഗ്രാം. പിന്നെ 1 man ഷോ ഫിഗർ ചെയ്യും, നിന്നുകൊണ്ട് തന്നെ 5-6 ഫിഗർ ചെയ്യും. അതുപോലെ സ്റ്റാർ ചെയ്യും, പാട്ട് പാടും, ആങ്കറും ചെയ്യും. നമ്മുടെ സമിതിയിൽ പണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാനായിരുന്നു, തിരുവനന്തപുരം സെഞ്ചുറി എന്ന സമിതിയിൽ. സിനിമയിലോട്ട് ട്രൈ ചെയ്തിട്ടില്ല? സിനിമയിലൊക്കെ ട്രൈ ചെയ്ത് പോകാൻ നമുക്ക് പറ്റും. നമ്മളത് തന്നെ മേഖല എടുത്ത് പോകണം. അതായത് നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദം അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം സിനിമ ഷൂട്ടിങ്ങിനോ TV ചാനൽ ഷൂട്ടിങ്ങിനോ 10-15 ദിവസം നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ മാറി നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ വീട്ടിലെ കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ, ആണായിട്ടുള്ളത്. എൻ്റെ അപ്പം ആ പ്രാരാബ്ദങ്ങൾ നമുക്കൊത്തിരി ഉണ്ട്. അമ്മയ്ക്ക് വയ്യായിരുന്ന കിഡ്നി പേഷ്യൻ്റ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു പ്രാരാബ്ദങ്ങൾ ഉള്ള ഒരാളിന് കലാകാരനായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമാണോ? ഒത്തിരി ഉണ്ട്. കാര്യം അന്നന്ന് ജീവിക്കുന്ന ആളുകൾ, നമ്മൾ അന്നന്ന് കൊണ്ടുവന്ന് വൈകിട്ട് നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി 2 ദിവസം 3 ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഒത്തിരി അവതാളത്തിലാകും. ഈ സാധാരണ കിടയിൽ കിടക്കുന്ന ഒത്തിരി കുറഞ്ഞ് താന്ന് കിടക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉണ്ടത്. അതുകൊണ്ടാണ് അവരാരും പൊങ്ങി വരാതെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി തന്നെ ജീവിച്ചു പോകുന്നത്. ഒരു ബാക്ക് സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ കയറി പോകാൻ. ഒരു പക്ഷേ ഇന്ന് ക്ലിക്കായി നിൽക്കുന്ന വലിയ താരങ്ങളെയൊക്കെ കാലം മുമ്പിലോട്ട് പോകാൻ പറ്റണ കഴിവുള്ള ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങൾ കിട്ടുന്നില്ല. അവസരങ്ങൾ മാത്രം അല്ല, അവർക്ക് ഈ ഡെയിലി കാശ് വേണം. ഡെയിലി നമുക്ക് വീട്ടിലേക്ക് ചിലവിനുള്ള പാല്, പത്രം, കറണ്ട് ചാർജ്, അതുപോലെ തന്നെ ആഹാരം. അങ്ങനെ വീട്ടിൽ രോഗികളാണ്, അച്ഛനും അമ്മ ചിലപ്പോൾ രോഗികളാണ്, അവരെയൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ല, നമുക്ക് വീട്ടിൽ വരുമാനം മാർഗം വേണം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, സനോജ് ചേട്ടൻ. സനോജ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ്. സനോജ് നമ്മുടെ കൂട്ടുകാരാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ശ്രീകാര്യം ഞങ്ങൾ കരിയാണ്. സനോജ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം നല്ല ഒരു ആർട്ടിസ്റ്റ്. അപ്പം ഒത്തിരി സ്റ്റാർ ചെയ്യും. പിന്നെ നല്ല ആർട്ടിസ്റ്റാണ്. കോമഡി ഉത്സവം ഒത്തിരി എപ്പോഴെങ്കിലും സനോജ് ചേട്ടൻ തൂക്കാം. ഓക്കെ സനോജ്. ഒരു അനൗൺസ്മെന്റിലോട്ട് പോയാലോ? അനൗൺസ്മെന്റ് ചെയ്യാം. നമ്മുടെ ചാനലിന് വേണ്ടി നമ്മുടെ ഒരു ഉത്സവപ്പറമ്പിൽ ചെന്നിരിക്കുമ്പോഴുള്ള അനൗൺസ്മെന്റ് ഉണ്ട്. ചാനലിന്റെ പേര് ST ജേണി വ്ളോഗ്സ്, മറക്കണ്ട. അപ്പോൾ നമ്മൾ നമ്മളൊരു സമിതി എന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമിതിക്ക് വേണ്ടി ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുന്ന രീതിയാണ്: പ്രിയ കലാസ്നേഹികളെ, പ്രോഗ്രാം ആരംഭിക്കുകയായി. അതിനു മുമ്പ് ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വൈദ്യുത ദീപ വിധാനങ്ങളും അടച്ചു തന്ന് ബന്ധപ്പെട്ടവർ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം സെഞ്ചുറിക്ക് ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവസരം ഒരുക്കിത്തന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും ഫിസിഷ്യൽ അവരുടെ കുടുംബങ്ങൾക്കുമുള്ള നന്ദി കടപ്പാടും സെഞ്ചുറി ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. കണ്ണിന് വിരുന്നും കാതിന് കുളിർമയും നൽകി നമ്മളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന ലക്ഷ്മി സൗണ്ട്സും അതിലെ അതിവിദഗ്ധരായ ടെക്നീഷ്യന്മാർക്കുമുള്ള നന്ദി കടപ്പാടും ആദ്യമേ തന്നെ സെഞ്ചുറി അറിയിച്ചുകൊള്ളുന്നു. മകനീയ സാന്നിധ്യം കൊണ്ട് ഈ പ്രോഗ്രാം കാണുവാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എത്തിയ നല്ലവരായ ഈ നാട്ടിലെ എല്ലാ കലാ ആസ്വാദകർക്കും തിരുവനന്തപുരം സെഞ്ചുറിയുടെ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് പറഞ്ഞിങ്ങനെ തുടങ്ങും നമ്മളെ പ്രോഗ്രാം. അതൊക്കെ പോട്ടി. ലക്ഷ്മി ആയിരുന്നു ആദ്യം പറ. ലക്ഷ്മി സൗണ്ടാ. അത് ഒരു സൗണ്ട് വരെ പറഞ്ഞാ പെട്ടെന്ന്. ചേച്ചി വീഡിയോ കണ്ടു നോക്കിയോ, ലക്ഷ്മി നമ്മുടെ പത്തനാപുരത്തെ സൗണ്ടാ, ഫേമസ് സൗണ്ടാ. പെട്ടെന്ന് അത് ഓർമ്മ വന്നേ. അത് നമുക്ക് കിടക്കുമല്ലേ, സൗണ്ട് ഇഷ്ടംപോലെ കിടക്കുമല്ലേ. നമ്മളിതൊക്കെ ഒരുപാട് കണ്ടതല്ലേട്ടാ. ഈ ഒരു മേഖലയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു അടുത്ത സുഹൃത്താരാണ്?
എൻ്റെ അടുത്ത സുഹൃത്ത് ഞാൻ ഇന്നലെ വരെ അതായത് വിളിച്ചതേ ഉള്ളൂ. എൻ്റെ എല്ലാവർക്കും അറിയാം, കാര്യം മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു സുഹൃത്താണ് ദീപു നാവായിക്കുളം എന്ന് പറയും. തിരുവനന്തപുരംകാരനാണ് ദീപു നാവായിക്കുളം. അദ്ദേഹം ഞാനും ഒരുമിച്ചാണ് ആ ഒരു കാലഘട്ടത്തിലാണ് മിമിക്രിക്ക് ചേരുന്നത്. ഒരു തിരുവനന്തപുരം കലാഭവൻ എന്ന് പറയുന്ന സമിതിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. കുറച്ച് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് വിസ വന്നു. ഞാൻ ആദ്യം തിരുവനന്തപുരത്തുണ്ട് കലാഭവൻ. ഉണ്ട് തിരുവനന്തപുരം കലാഭവൻ. ശശാങ്കൻ സമിതി. ശശാങ്കൻ മറ്റേ ട്രൂപ്പ് അല്ല, അതല്ല നമ്മുടെ ശശാങ്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ സമിതി ഉണ്ടായിരുന്നു. ആദ്യം കളിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ദീപുവിനെ കാണുന്നത്. അങ്ങനെ ദീപു, പ്രജിത്ത് കൈലാസം, ഇപ്പോൾ പ്രാങ്ക് കോളി ചെയ്യുന്ന ഒരാളുണ്ട് പ്രജിത്ത് കൈലാസം, അങ്ങനെ ഒത്തിരി കൂട്ടുകാരുണ്ട്. രാജേഷ് കൊട്ടാരത്തിൽ അങ്ങനെ ഒത്തിരി കൂട്ടുകാരന്മാർ ഇപ്പം ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ദീപു നാവായിക്കുളം ഇപ്പോൾ റിലീസായ പുതിയ പടത്തിൽ വരെ അഭിനയിച്ചിട്ടിരിക്കുകയാണ്. ദസറ സമേത ബന്ധുമിത്രാദികൾ എന്ന സിനിമയിലുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ അടുത്ത കൂട്ടുകാരാണ് ദീപു നാവായിക്കുളം. ദീപു നാവായിക്കുളം ചേട്ടാ, നമുക്കൊന്ന് കാണണം. ഓക്കെ ഓക്കെ ചേട്ടാ, എല്ലാവർക്കും ലൈഫിൽ ഓരോ ഡ്രീമുകളുണ്ട്. ഓക്കെ, ഉണ്ട്. എന്താണ് ചേട്ടൻ്റെ ഡ്രീം? എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് അതുപോലെ തന്നെ മലയാള സിനിമയിൽ അഭിനയിക്കണോ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. മമ്മൂട്ടി മോഹൻലാലാകണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. എനിക്ക് ജയറാമാവണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനൊന്നും ആഗ്രഹമില്ല. നമുക്ക് നിരവധി സ്റ്റേജ് ചെയ്യണം. അങ്ങനെ പ്രേക്ഷകർ നമ്മളെ അറിയണം, മനസ്സിലാവണം ഇന്ന ആളാണല്ലോ. അതായത് നമുക്ക് കുവൈറ്റിലായാലും തിരിച്ച് നാട്ടിൽ പോകുമ്പോഴായാലും പ്രോഗ്രാമുകൾ ചെയ്യണം. ഒത്തിരി ഏജൻസികളും കൂട്ടുകാരും നമുക്കറിയാവുന്ന അമ്പലക്കാരും എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിരവധി സ്റ്റേജ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചെറിയ പ്രാരാബ്ധം കൊണ്ടാണ് നമ്മൾ കയറി വന്നത്. അതെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് മാറും, എല്ലാം മാറി വരും. ഇതെല്ലാം വിട്ട് ഈ ഒരു സലൂണിന്റെ ഫീൽഡ് വിട്ട് ഫുൾ ടൈം കലാരംഗത്തോട്ട് നിൽക്കാൻ താല്പര്യമുണ്ടോ? അല്ല, അങ്ങനെയില്ല. ഇതാണ് അല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലോട്ട് ഫുൾ ഫോക്കസ് ചെയ്താൽ മാത്രമല്ലേ അതിലോട്ട് കയറി പോകാൻ പറ്റൂ. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാഞ്ഞത്. അങ്ങനെ നിൽക്കാൻ താല്പര്യം ഉണ്ടോ? നിൽക്കാൻ താല്പര്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മാസം ഡെയിലി പ്രോഗ്രാം വേണം. ചാനൽ ഒരു സീരിയലാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമുകൾ ഡെയിലി വേണം. നമുക്ക് അന്നം തന്നതാണ് ഈ ജോലി നമുക്ക് അന്നം തന്നതാണ്. അപ്പം നമുക്ക് ഈ ജോലി ഒരിക്കലും കളഞ്ഞിട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ പ്രോഗ്രാമുകൾ കിട്ടിയാൽ പോകും. ഇവിടെ കുവൈറ്റില് ആൾക്കാർ വിളിച്ചാൽ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിളിച്ചാൽ പോകാനുള്ള ടൈമൊക്കെ ഓക്കെയാണോ? അതും കുഴപ്പമില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വൈകിട്ടാണല്ലോ പ്രോഗ്രാം കൂടുതലും. അപ്പം നമുക്ക് വൈകിട്ട് ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നമ്മളെ ആർട്ടിസ്റ്റുകൾ വിളിക്കാൻ വരും, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കാൻ വരും, നമ്മളെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടാക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രോഗ്രാമേ ഉള്ളല്ലോ. അപ്പം ബർത്ത്ഡേ ഫംഗ്ഷന് ഒക്കെ ഉള്ളത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവർ വിളിക്കും. എന്നെ ഇപ്പോൾ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തു. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം വിളിക്കും. അപ്പം ഇപ്പോൾ എനിക്ക് ഒരു പ്രോഗ്രാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെ. പിന്നെ നമുക്ക് സീസണാണ് വരുന്നത്, ഓണ സീസണാണ് വരുന്നത്. ഓണ സീസൺ ആകുമ്പോൾ നമുക്ക് മങ്കഫ്, അതുപോലെ തന്നെ ഈ പറയുന്ന മലയാളികളുടെ തട്ടകമായ അബ്ബാസിയൊക്കെ പ്രോഗ്രാം ഇഷ്ടം പോലെ ഉണ്ട്. മലയാളി അസോസിയേഷൻ ദൈവം ഏതോ കണ്ടിട്ട് നമ്മളെ വിളിക്കണം. 100% ഗ്യാരണ്ടിയാണ് എല്ലാ പ്രോഗ്രാം ചെയ്ത് നമുക്ക്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്രൂപ്പുണ്ട്, കലാസദൻ. കുവൈറ്റ് കലാസദൻ മങ്കഫാണ് അവരുടെ കേന്ദ്രം. അപ്പോൾ അവിടെ പ്രോഗ്രാമുണ്ട്, നാടകമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ മെഗാ ഷോ ഉണ്ട്, ട്രാക്ക് ഗാനമേളയുണ്ട്, തകില് വായിക്കാൻ പോകുന്നുണ്ട്. ഞാൻ നാടൻ പാട്ടിന് തകില് വായിക്കാൻ പോകും. ഓക്കെ, നമ്മളിനി നിങ്ങളുടെ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ തോണ്ടിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ. ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഒരു കാര്യം എന്താണ്? ഏതാ, കലാഫീൽഡിൽ ഒന്നും അല്ലാതെ ലൈഫിൽ? അത് കല ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിരിക്കാം. അല്ല, കലാഫീൽഡ് വിഷമം തോന്നി നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തുള്ള വിഷമമുണ്ട്, അല്ലാതെ ജീവിതത്തിലെ വിഷമങ്ങളും ഒത്തിരി ഉണ്ട്. അതിലേതെങ്കിലും നല്ല ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു കാര്യം? ഭയങ്കര വിഷമം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാനൊക്കാത്ത അമ്മയുടെ ഒരു കാര്യമാണ്. അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളെ വിട്ടു പുനലൂർ ഹോസ്പിറ്റലിൽ ഒന്ന് ഡയാലിസിസ് ചെയ്ത് അവർ ചെയ്ത് ശരിയായില്ല. അവർ ചെയ്തത് ഇവിടുത്തെ ടിപ്പ് ഇളകിപ്പോയി തിരിച്ചവിടെ ചെന്നപ്പോൾ അവർ എടുക്കുന്നില്ല. ബ്ലഡ് ചീറ്റുക, കോഴിയെ കണ്ടിക്കുന്നത് പോലെ ചീറ്റുക. അവർ പറഞ്ഞ് നമുക്ക് ഒക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. അന്ന് ക്രിസ്മസ് ദിവസമാണ്, ഡിസംബർ 25. എങ്ങും ആംബുലൻസ് ഇല്ല. എൻ്റെ കാറിനകത്ത് ഞാനും എൻ്റെ പെങ്ങളും ആളുകൊണ്ട് കൊണ്ടുപോവാണ്. എൻ്റെ ദേഹത്ത് മൊത്തം ചോര തേറ്റുക. അപ്പം ഡോക്ടർമാരെ പ്രത്യേകം പറഞ്ഞ് ചോര ദേഹത്ത് പറ്റരുത്, അമ്മയ്ക്ക് മഞ്ഞപ്പിത്തമുണ്ട്, പകരുമെന്ന് പറഞ്ഞ്. ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ്, കിഡ്നി പേഷ്യൻ്റ്. എൻ്റെ കൂടെ എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. ബ്ലഡ് ചീറ്റുക. എനിക്ക് കാർ ഓടിക്കണം, അമ്മയെ പിടിക്കണം, എല്ലാം ചെയ്യണം. നിലമേൽ വരെ ഞാൻ എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. വണ്ടി ഓടിച്ച് ഞാൻ ആ സർവ്വദൈവത്തെയും വിളിച്ച്. എന്നിട്ട് എനിക്ക് ഓടിക്കാൻ വയ്യ, എനിക്ക് വിറയ്ക്കുക, എനിക്ക് ഓടിക്കാൻ. കാരണം ബ്ലഡ് താപ്പോട്ട് പോകുക, എൻ്റെ താഴെ മൊത്തവും ബ്ലഡ് കെട്ടി കിടക്കുക. ഈ ഡയാലിസിസ് ചെയ്ത ബ്ലഡ് മൊത്തം പോവുക, ഇത് ചീറ്റ് പോയി വഴി.
ആ ഭയങ്കര അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ആംബുലൻസിനെ അവിടെ നിന്ന് എൻ്റെ ആളിനെ കൊണ്ട് വിളിപ്പിച്ച് 101 വിളിക്കാൻ പറഞ്ഞ് 108 വിളിച്ചപ്പോഴത്തേക്കിന് അവർ ആംബുലൻസുകാർ വന്ന് അവിടെ കിടന്ന് അങ്ങനെ അവർ കൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. അന്നേ ദിവസം അമ്മ മരിച്ചു പോയി. അന്ന് മരിച്ചില്ല, വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത്. എങ്കിൽ തന്നെയും അന്ന് ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ച്. അതോ കയ്യിൽ പൈസയില്ല, ഞാൻ സാധാരണ കൊണ്ടുവന്ന അങ്ങനെ പെട്ടുപോയി, ഒത്തിരി പെട്ടുപോയി. പണമാണ് ജീവിതത്തിൽ ഏറ്റവും പവർഫുൾ അല്ലേ? പണം ഇല്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ കയറി വന്നത്. നിരവധി നമ്മുടെ നാട്ടിൽ പൈസ നമുക്ക് ഡെയിലി മുടി വെട്ടുന്ന പൈസ കിട്ടുമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ല. എല്ലാവർക്കും മൈക്രോ ഫിനാൻസ് ലോണ് ചിട്ടി അടവാണല്ലോ. നമുക്കും അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഒത്തിരി പെട്ടുപോയി. അങ്ങനെ കയറി വന്നതാണ് രക്ഷപ്പെടാൻ വേണ്ടി.